ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കോഴിക്കോട് ക്യാമ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ക്യാമ്പ് ജൂൺ 1-ാം തീയതി ഉണ്ടായിരുന്നത്. അത് ഇന്നത്തെ ഡേറ്റ് ജൂൺ 12-ാം തീയതി വരുന്നത്. നമ്മളൊരു നീണ്ട കാലയളവ് ബ്രേക്ക് കഴിഞ്ഞ പോലെയാണ് നമുക്കൊരു ഫീല് വരുന്നത്. അപ്പോ നമുക്ക് ഈ ഇടയിൽ കുറെ മഴയൊക്കെ പെയ്തു, ഇവിടെ ഭയങ്കര മഴ പെയ്ത്. ഇപ്പൊ നമ്മുടെ ഏരിയയിലെ നമ്മൾ വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഫുള്ള് കറണ്ട് തന്നെ ഇല്ല. നമ്മുടെ സാറിന്റെ വീട്ടിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ കറണ്ട് പോയി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒക്കെ ഫ്രസ്ട്രേഷൻ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഇടയിൽ ഞങ്ങൾക്കും കുറച്ച് പണി കിട്ടി. കാരണം വഴിയില് മഴ കാരണം വെള്ളം കെട്ടിക്കണ കാരണം ബ്ലോക്ക് കിട്ടി. നമ്മളും 3:30 ഇറങ്ങേണ്ട, ഞങ്ങളിപ്പോ 4:30 ഇറങ്ങിയപ്പോ നമുക്കിനി പോകുമ്പോ നമ്മളൊരു ചെറിയൊരു ടീ ബ്രേക്ക് എടുത്തു. സൈഡുള്ളതുകൊണ്ട് ഇതാണ് കുഴപ്പം. പണ്ടേതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ നമുക്ക് ഇനി ഏകദേശം ഒരു 50 കിലോമീറ്ററും കൂടി ഉണ്ട്. നമുക്ക് കോഴിക്കോട് ഒരു പാലം. അപ്പൊ അതായിരുന്നു നമ്മൾ പേടിച്ചോണ്ടിരുന്നത്. ലോഡ് ഓവർ ലോഡാണ് കയറ്റുള്ളത്. അപ്പൊ മഴ വന്നു ഗൈസ്. ഇനി നമുക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ട്. അതുകൂടിയാണ് നമ്മൾ ലൊക്കേഷനിലെത്തും. രാധൻ നമ്മളിപ്പോ വരാറില്ലേ എറണാകുളം ക്യാമ്പിന് മറ്റവൻ, അവൻ ഒറ്റയ്ക്ക് ബസ്സിലാണ് വരുന്നത്. നമ്മുടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ. ഡെഡിക്കേഷൻ ഉണ്ടല്ലേ പിള്ളേരുടെ. ആത്മാർത്ഥത, പഠിച്ചെടുക്കണമെന്നുള്ള ആത്മാർത്ഥതയാണ്. അപ്പൊ നമുക്കിനി അവിടെ എത്തി. അപ്പൊ ഗൈസ്, നമ്മളപ്പോ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ മേഘനാഥനും ബസ് ഒന്ന് തിരിച്ച് നമ്മുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. ബസ്സിലാണ് ചെറുക്കാൻ നമ്മുടെ ഒപ്പം വന്നത്. ഡ്രസ്സ് മാറിയിട്ടില്ല, യൂണിഫോം ഇല്ല. നമ്മുടെ സാറുണ്ട്. നമ്മളിപ്പോ ഇനി സ്റ്റുഡൻസിന് വേണ്ടി വെയിറ്റ് ആണ് ചെയ്യണം. ഇനി ആൾക്കാർ വരുമ്പോൾ കാണാം. അപ്പൊ നമ്മുടെ കോഴിക്കോട് ക്യാമ്പ് 10 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്യാമ്പ്, ആദ്യത്തെ ക്യാമ്പിൽ ഒരാളാണ് മാസം ബക്രീദും സ്കൂൾ ഓപ്പണിങ് എല്ലാവരും ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. അതുകൊണ്ട് പിന്നെ പറയുമ്പോൾ എനിക്ക് പനി കാരണം ഫീവർ, വൈറൽ ഫീവർ അതൊക്കെ വരുന്ന കാരണമാണ് എല്ലാവർക്കും നഷ്ടമെടുക്കാൻ വരാൻ. പിന്നെ ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് കാണും. ഗൈസ്, നമ്മൾ ബ്രേക്ക് കഴിക്കുമ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം അവിടെയാണ് നമ്മുടെ ബാക്കി 3 പേര് ഇരിക്കണേ. പിന്നെ അനാവശ്യമായി
എൻ്റെ പേര് സഫീർ. ഞാൻ ഔറ ബോക്സിങ്ങിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തത്. നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള മുറകളാണ് ഇവിടെ നിന്ന് പരിശീലിച്ചത്. ഞാൻ ആദ്യം കരുതിയത് ഈ ഒരു ക്യാമ്പിൽ വരുന്ന സമയത്ത് ശരീരത്തിന് ഹെവി ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ലെവലിലേക്കുള്ള വരുന്ന ഒരു മാർഷൽ ആർട്സ് ഫോം രീതിയിലാണ് ഞാൻ കരുതിയത്. പക്ഷെ വളരെ അനായാസം ഓരോ സ്റ്റെപ്പുകളും ഇതിന്റെ ഓരോ മൂവ്മെന്റുകളും പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് ലെവല് ഈ ഒരു ഔറ ബോക്സിങ്ങിന്റെ ഫസ്റ്റ് ലെവല് പാർട്ട് ചെയ്ത സമയത്ത് പരിശീലനം കിട്ടിയ സമയത്ത് ഒരു കോൺഫിഡൻസ് ലെവല് വർദ്ധിക്കുന്ന രീതിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വയം രക്ഷക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഷൽ ആർട്സ് ആയിട്ട് ഇതിനെ ഞാൻ നോക്കി കാണുകയാണ്. അടുത്ത ക്യാമ്പ് തൊട്ട് നിരന്തരം ഒരു അരമണിക്കൂറോളം രാവിലെ പ്രാക്ടീസ് ചെയ്യാനാണ് മാസ്റ്റർ നിർദ്ദേശിച്ചത്. അത് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവൽ ക്യാമ്പിന് കൃത്യമായി പങ്കെടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു പരിശീലനം തന്ന പ്രിയപ്പെട്ട മാസ്റ്റർക്കും മറ്റ് സഹപ്രവർത്തകർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. ഫിലിം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ കോഴിക്കോട് ക്യാമ്പിലാണ് പങ്കെടുത്തത്. ഓറോ ബോക്സിനെ കുറിച്ച് അറിയുന്നത് ഫേസ്ബുക്ക് വഴിയാണ്. പക്ഷേ ഓറോ ബോക്സിൽ ഇന്ന് പങ്കെടുത്തപ്പോൾ എനിക്ക് മറ്റുള്ള ഒരുപാട് മാർഷൽ ആർട്സിൽ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് സെൽഫ് ഡിഫൻസ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിലും നിരവധി സോഷ്യൽ വൈലൻസ് ആണ് നടക്കുന്നത്. ലഹരിയുടെയും മറ്റുള്ള എല്ലാത്തിൻ്റെ ഇടയിലും ഒരു 5-6 പേര് വന്നിട്ട് ഒരു ഫാമിലിയെ, ഒരു കൂട്ടം ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാലത്താണുള്ളത്. അതിനിടയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഈ ഓറോ ബോക്സിലുള്ള മാർഷൽ ആർട്സ് പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ കഴിയുന്ന സ്ഥാനമാണ്. അത്രക്കും സെൽഫ് കോൺഫിഡൻസ് കൂട്ടുന്ന, സെൽഫ് ഡിഫൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഷൽ ആർട്സ് ആണ് ഇത്. ഒരു 5-6 പേര് വന്നു കഴിഞ്ഞാൽ വളരെ സില്ലി ആയിട്ട് അവരെ നമുക്ക് അടിച്ചു തോൽപ്പിക്കാം എന്ന് തന്നെ പറയാം. അത്രക്ക് നല്ലൊരു ക്ലാസ്സും എടുത്ത് തന്ന രീതിയും പഠിക്കാനുള്ള വളരെ സിമ്പിളായിട്ട് പഠിക്കാനും അത്രത്തോളം എഫിഷ്യൻസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഷൽ ആർട്സ് പറയുന്നത് എന്നൊരു കലയാണ് ഇന്ന് ഇവിടെ പഠിച്ചത്. ഞാനിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമാണ്. നല്ല കോൺഫിഡൻസ് കൂടിയാണ് തിരിച്ചു പോകുന്നത്. എന്ത് വന്നാലും എവിടെ എത്തിക്കഴിഞ്ഞാലും ഒരു 5-6 പേര് വന്നു കഴിഞ്ഞാലും എനിക്ക് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് തന്ന ഓറോ ബോക്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളും ഇതിൽ പങ്കാളിയാവണം. നിങ്ങളിതിൽ ഇങ്ങനത്തെ ഒരു മാർഷൽ ആർട്സ് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. വളരെ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സമൂഹത്തിൽ. ഗൈസ്, അപ്പം നമ്മുടെ കാലിക്കറ്റ് ക്യാമ്പ് ഇപ്പോൾ കഴിഞ്ഞ് എല്ലാവരും പിരിയുകയാണ്. നമ്മുടെ മേഘതാങ്കത്തൻ ബസ്സിൽ വന്ന കാരണം പോവാണ്. ചെറുക്കൻ നമ്മളെ വിട്ടിട്ട് നമുക്ക് ഇവനെ ഞായറാഴ്ച തൃശ്ശൂർ ക്യാമ്പിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മേഘതാങ്ക ചേടാ. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാം. നമ്മൾ 3 മണിക്ക് നേരത്തെ ഇറങ്ങേണ്ട, ഒരു 9 മണിയാകുമ്പോഴേക്കും തൃശ്ശൂർ എത്താമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിനി കാറിൽ പോകുമ്പോൾ കാണാം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു 50 മീറ്റർ കടന്നു. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ, മഴയും ബ്ലോക്കിന്റെ ഉള്ളിലാണ്. അതെ, 2 ദിവസമായി. ഞാനിപ്പോ കറക്റ്റ് 3:30 കറക്റ്റ് കോളേജ് വിടുന്ന സമയം, കറക്റ്റ് സ്കൂളും കോളേജും വിടുന്ന സമയത്താണ്. ഫുള്ള് ബസ് ഇറങ്ങിയ പിള്ളേരാണ്. 9 മണിക്കുള്ളിൽ തൃശ്ശൂർ എത്താണെങ്കിൽ നമുക്ക് കാണണം എന്തൊക്കെ നടക്കാവോ. ഇപ്പൊ എന്താ ഇങ്ങനെ ഓർപ്പിക്കല്ലേ എന്നെ. സമാധാനത്തില് അപ്പൊ നമുക്ക് ഇനി ഫോണ് എഴുതി വെച്ചിട്ടാണ്. ഗൈസ്, അപ്പൊ നമ്മളിനി ഏകദേശം ഒരു 5 മിനിറ്റിലൊക്കെ 5-10 മിനിറ്റ് ഇടയിൽ വെച്ചിട്ടാണ്. വേറെ ഒന്നും കുറച്ചാലും കൂടെ ഉള്ളു. നേരത്തെ കഴിഞ്ഞാലും നേരത്തെ നമ്മളെത്തി. കോഴിക്കോട് ആദ്യമായിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് ആദ്യമായിട്ടാണ്. അവിടെ പോകുമ്പോഴാണ്
ഗൈസ് അപ്പൊ നമ്മൾ കുന്നോളത്തിൽ പ്രവേശിച്ചിരുന്നപ്പോ മഴയൊക്കെ തുടങ്ങി. കുറച്ച് പേരും കൂടി ഉള്ളോ, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് സാറിന്റെ വീട്ടിലെത്താൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ വീട്ടിൽ കുറച്ച് പേര്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം 2 മിനിറ്റിൽ നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ എത്തും, സാറിന്റെ വീട്ടില്. ഉദ്ദേശിച്ച പോലെ വലിയ ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല. അപ്പൊ വലിയ ബ്ലോക്കൊന്നും കിട്ടില്ല, ചെറിയ ബ്ലോക്കുകൾ കിട്ടിയില്ല. ഒരു 7 മണിക്ക് മുന്നേ എത്തി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കോഴിക്കോട് ക്യാമ്പ്. മഴക്കാലമായ കാരണം ഭയങ്കര മടിയുടെ ആൾക്കാർക്ക്. അതെ, പിന്നെ ക്ലാസ് തുടങ്ങിയ കാരണം അതിന്റെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് അതൊക്കെ ഉണ്ട്. കുറെ പേര് നമുക്ക് റീസൺ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടുത്തെ ക്യാമ്പിലൊക്കെ വരാനും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനിയും വ്ളോഗ്സിന് വേണ്ടി ഓരോ ആഴ്ചയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തുക. നമ്മുടെ എറണാകുളം റെഗുലർ ക്ലാസ്സസ് ജൂലൈ 1 നമുക്ക് ഇനോഗ്രേഷൻ വരുന്നത്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യേണ്ടവരുടെ ഫോൺ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാമ്പ്സിനെ പറ്റി അറിയണമെങ്കിൽ അതിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗുമായി കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.